ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നല്ല മഴയാണല്ലോ നാട്ടിൽ. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നമ്മുടെ ഷൂ ഒക്കെ ഒന്ന് വെളുപ്പിച്ചൊന്ന് കഴുകി ഒന്ന് ഉണക്കിയെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ മഴക്കാലത്ത് കുട്ടികളുടെ സ്കൂൾ ഷൂ ആണെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. കഴുകി കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങി കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടത് വേറെ, മര്യാദയ്ക്ക് ഉണങ്ങിയില്ലെങ്കിൽ പൊട്ട മണവും വരും അതിന്. അപ്പോൾ ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് നമ്മുടെ ഈ കോൾഗേറ്റ് വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബറിൻ്റെ സ്പോഞ്ചിൻ്റെ ഭാഗത്തോ അതല്ലെങ്കിൽ നമ്മുടെ ഓൾഡ് ടൂത്ത് ബ്രഷിലോ കുറച്ച് ഇതുപോലെ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല പഴക്കം ചെന്ന ഷൂ ആട്ടോ, അതിൻ്റെ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം കീറൽ വരെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. എത്ര നല്ല അഴുക്ക് പിടിച്ച ഷൂ ആണെന്നുണ്ടെങ്കിലും ഒരു 5 മിനിറ്റ് മതി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. കണ്ടപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ആ ഫ്രണ്ടിലുള്ള ഡോട്ട് അത് അഴുക്കല്ല, അത് കീറിയതാട്ടോ. അത് ഞാൻ പഴയ ഷൂവിൽ ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇത്രയുള്ള എളുപ്പത്തിൽ നമ്മുടെ അഴുക്ക് പിടിച്ച ഷൂ ഒക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് വെട്ടി വെളുപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടിപ്പ് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ സോപ്പ് പൗഡറാണ് എടുത്തേക്കുന്നത്, നമ്മുടെ അലക്കണ സോപ്പ് പൗഡർ. പിന്നെ അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ടൂത്ത് പേസ്റ്റും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് വിനാഗിരിയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുന്നുണ്ട്. പിന്നെ കൂടെ നമുക്ക് നമ്മുടെ കംഫർട്ടും കൂടി വേണം. ആ ഒരു നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കംഫർട്ടും കൂടി ചേർക്കുന്നത്. പിന്നെ അതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് നമുക്കിനിത് എവിടെയൊക്കെയാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റണം നോക്കാം. ഇപ്പോൾ നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പൂപ്പൽ പിടിച്ച് നല്ല സ്ലിപ്പറി ആയിട്ട് കിടക്കുന്ന ഒരു ഫ്ലോറൊക്കെ ആയിരിക്കും. നമ്മുടെ ബാത്റൂം ടൈൽസിലാണെങ്കിലും അതുപോലെ പുറത്ത് നമ്മുടെ കാർ പോർച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയുടെ പിറകുവശത്തൊക്കെ പല സ്ഥലങ്ങളിലും ഈ പൂപ്പൽ പിടിച്ചിട്ട് ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് നമ്മുടെ സാധാരണ കുറ്റിച്ചൂലിൽ ഈ ഒരു മിശ്രിതം ഒന്ന് മുക്കിയിട്ട് ഉരച്ച് കഴുകാം. അതല്ലെങ്കിൽ ഇതുപോലെ സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് ഉരച്ച് കഴുകാം. ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് ചുമരാണ്. നമുക്ക് ടൈൽസ് മാത്രമല്ല, അത് പൂപ്പൽ പിടിച്ച ഏരിയ മാത്രമല്ല, ചുമരും നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്കത് വലിയൊരു ഏരിയയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കാർ പോർച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മഴ പെയ്ത് നല്ലോണം പൂപ്പൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി എല്ലാം ഒത്തിരി അളവിൽ കൂട്ടിയെടുത്തിട്ട് ഒരു ചെറിയൊരു ബക്കറ്റിൽ നമ്മൾ നല്ലോണം ഒന്ന് കലക്കിയിട്ട് അത് ഒന്ന് അങ്ങോട്ട് എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് ഒഴിക്കുക. അതിനുശേഷം നല്ല ഹാർഡായിട്ടുള്ള ഒരു ബ്രഷ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചൂലിൻ്റെ തുമ്പ് ഭാഗം വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് പൂപ്പലൊക്കെ പോകും. അപ്പോൾ ഈ പൂപ്പലൊക്കെ കളയണ സ്ഥലത്ത് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്ലീൻ ആയിട്ടിരിക്കും ചെയ്യും. ആ ഒട്ടും എന്താ പറയുക വഴുക്കലോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്ലീൻ ആയിട്ടിരിക്കും ചെയ്യും. അപ്പോൾ അഴുക്ക് പിടിച്ച ബാത്റൂമിൻ്റെ ചുമരും അതുപോലെ ബാത്റൂം ടൈൽസും അതുപോലെ നമ്മുടെ കാർ പോർച്ചും എവിടെയൊക്കെ പൂപ്പൽ പിടിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സൊല്യൂഷനാണിത്. ഇപ്പോൾ ടൈൽസിൽ ഇതിപ്പോൾ കണ്ടോ, ടൈൽസിന്മേലൊക്കെ ഇരിക്കുന്ന എന്താ പറയുക പറ്റി പിടിച്ചിരിക്കുന്ന പാടുകളൊക്കെ, അതുപോലെ ഈ ജോയിൻറ്റിൻ്റെ ഇടയിലൊക്കെ ഉള്ള കറുത്ത പാടുകളുണ്ടല്ലോ, അതുവരെ നമുക്ക് ഈ സൊല്യൂഷൻ വെച്ചിട്ട് ഈസി ആയിട്ട് കളയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് വഴി ഒന്ന് അറിയിച്ചോളൂ കേട്ടോ. നമുക്ക് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ടിപ്പിലോട്ട് നമുക്ക് ബേക്കിംഗ് സോഡ തന്നെയാണ് ആവശ്യം. ബേക്കിംഗ് സോഡയും അതുപോലെ ടൂത്ത് പേസ്റ്റും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോഴും ഈ ഹോട്ടലിലോ പുറത്തൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ബാത്റൂമൊക്കെ കണ്ടിട്ടുണ്ട് നല്ല പളപളാന്ന് വെട്ടിത്തിളങ്ങിയിരിക്കണത്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ബാത്റൂമൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യില്ലേ? അപ്പോൾ അങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യണ സമയത്ത് ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്ത് നോക്കി. നമ്മുടെ പൈപ്പും അതുപോലെ ബാത്റൂമിൻ്റെ ഈ ഷവർ പൈപ്പ് അതുപോലെ ഹാൻഡ് പൈപ്പ് ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഹോട്ടൽ ബാത്റൂം പോലെ നമുക്ക് പളപളാന്ന് വെട്ടിത്തിളങ്ങണതാക്കാനുള്ളൊരു ടിപ്പാണത്. ഇപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തേക്കണത് എന്താണ്, മറ്റേ ബേക്കിംഗ് സോഡയും ടൂത്ത് പേസ്റ്റും. അതിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന സംഭവമാണ് കോക്കനട്ട് ഓയിൽ. അപ്പോൾ കുറച്ച് വിനീഗറും കൂടി ചേർത്ത് നമുക്ക് ഈ മിശ്രിതം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വിനീഗറും കൂടിയും ചേർത്ത് കഴിയുമ്പോൾ നല്ല എന്താ പറയുക, നല്ല ഫോമായിട്ട് നല്ല പതഞ്ഞ് വരും. നമ്മുടെ ടൂത്ത് പേസ്റ്റും സോഡാപ്പൊടിയും ഇതെല്ലാം കൂടി നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇനി നമ്മളിതൊരു സ്ക്രബ്ബറിലോട്ട് ആക്കിയിട്ട് നമ്മുടെ പൈപ്പും നമ്മുടെ ബാത്റൂമിലുള്ള എല്ലാ സംഭവങ്ങളിലും നമ്മളിത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാം. നമ്മുടെ ഹാൻഡ് പൈപ്പുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, നമുക്ക് ഒരുപാട് ബ് കളറിൽ അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഈ മിശ്രിതം കുറച്ച് നേരം തേച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് കഴുകി നോക്കി വയ്ക്കും, നല്ല പുതുപുത്തൻ പോലെ ആയി കിട്ടും. അതുപോലെ മിറർ ശരിക്കും നല്ല അടിപൊളി റിസൾട്ടാട്ടോ. ഇത് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ നോർമലി സാധാരണ കുറച്ച് വെള്ളത്തിൽ കുറച്ച് വിനെഗറും കൂടി ചേർത്ത് സ്പ്രേ ചെയ്തിട്ടാണ് നമ്മൾ നോർമലി മിറർ ക്ലീൻ ചെയ്യാറ്. പക്ഷേ ഈ മിശ്രിതം വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ, നല്ല എന്താ പറയുക പുതുപുത്തൻ പോലത്തെ ഒരു പാട് പോലും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ മിറർ കിട്ടും. അതുപോലെ നമ്മുടെ ഈ ബാത്റൂം ഈ പൈപ്പിൻ്റെ ഇവിടെയൊക്കെ കുറച്ച് തുരുമ്പ് പിടിച്ച് വലിയ കറുത്ത കളറിലൊക്കെ നമുക്ക് കാണാറില്ലേ, അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
അതുപോലെ ബാത്റൂമിൽ മാത്രമല്ല നമ്മുടെ അടുക്കളയുടെ ഈ ജോയിൻറ്റുകളുണ്ടല്ലോ, ഈ ടൈൽസിൻ്റെ ഈ ജോയിൻറ്റുകളിലുള്ള ബ്ലാക്ക് സ്പോട്ടൊക്കെ നിമിഷ നേരം കൊണ്ട് നമ്മൾ ഒട്ടും ആയാസമില്ലാതെ തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ ബാത്റൂമിൻ്റെ ചില കോർണറുകളിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ബ്ലാക്ക് കളറിലൊക്കെ ഒട്ടും പോരാതെ നിൽക്കുന്ന കറകളുണ്ടെങ്കിൽ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട് ഈ സൊല്യൂഷനിലോട്ട് കുറച്ച് ഹൈഡ്രജൻ പെറോക്സും കൂടി ചേർക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാലോ, നമ്മുടെ പറയുക ഉള്ളിലുള്ള അഴുക്കുകൾ വരെ കുത്തിക്കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുഴിനകമൊക്കെ ഉള്ള സമയത്ത് ഉപയോഗിക്കുന്ന സംഭവമാണല്ലോ. അപ്പോൾ ഇത് വല്ലാതെ അഴുക്ക് പിടിച്ചിരിക്കുന്ന ഈ കോർണർ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ മിശ്രിതം കൂടി വെച്ചിട്ടൊന്ന് നമ്മുടെ ടൂത്ത് ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല ഹാർഡായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ടബുണ്ടല്ലോ, വൈറ്റ് ടബിൻ്റെ ആ ഒരു ഇടയിലൊക്കെ ഭയങ്കരമായിട്ട് അഴുക്ക് പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് കുളിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഒരു വൃത്തികേടാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു മിശ്രിതം വെച്ചിട്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ വെറുതെ നിങ്ങൾ കണ്ട് കളയരുത് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾക്ക് ആ റിസൾട്ട് ശരിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഒരു വീഡിയോ തന്നെ ഒരുപാട് ടിപ്സുകൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സേവ് ചെയ്തിട്ടോളൂ, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് അന്വേഷിക്കുമ്പോൾ വീഡിയോ പിന്നെ എത്ര തപ്പിയാലും കിട്ടില്ല. അപ്പോൾ അടുത്ത ടിപ്പിലായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഇതുപോലെ ക്ലീനിങ് പർപ്പസിന് എടുത്തെടുത്ത് എൻ്റെ തീർന്നു. അപ്പോൾ ബേക്കിംഗ് സോഡയും ടൂത്ത് പേസ്റ്റും വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ അടുത്ത ടിപ്പും. അപ്പോൾ അതിലോട്ട് നമുക്ക് പിന്നെ വേണ്ടത് നമ്മുടെ ഏതെങ്കിലും ഡിഷ് വാഷിംഗ് ലിക്വിഡും കൂടി ചേർക്കാം. ഇത് മൂന്നും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര നേരം നമ്മൾ ബാത്റൂമും അതുപോലെ കാർ പോർച്ചും നമ്മുടെ പൂപ്പൽ പിടിച്ച ഏരിയയൊക്കെ ക്ലീൻ ചെയ്യണ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അടുക്കളയിലോട്ട് വരാം. അടുക്കളയിൽ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഞെട്ടു കേട്ടോ. അത് ഞാനിപ്പോൾ ലൈവ് റിസൾട്ട് എടുക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു സൊല്യൂഷനോട്ട് ഞാൻ ആവശ്യത്തിന് വിനെഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തൊന്ന് പതിപ്പിച്ചെടുക്കുക. അത് പതിപ്പിക്കുമ്പോൾ നല്ലോണം ഒന്ന് പൊന്തി നല്ല എന്താ പറയുക കുറച്ചുകൂടി ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ക്രബ്ബറിലോട്ട് ആക്കിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കതേ നമ്മുടെ അഴുക്ക് പിടിച്ച ഈ ഒരു ഭാഗം നമ്മൾ കണ്ടോ, എന്തോ വീണിട്ട് നല്ലോണം ഇങ്ങനെ കറ പിടിച്ചിരിക്കുകയാണ്. ഈ കറ പിടിച്ച ഏരിയയിലോട്ടാണ് നമ്മൾ ഇനി ഈ സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതുപോലെ ഹാർഡായിട്ടുള്ള അഴുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മൾ ഈ മിശ്രിതം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എല്ലാ ഭാഗത്തേക്കൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം വന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലോ പുത്തം പോലെ ആയി കിട്ടും നമ്മുടെ ഈ ഗ്യാസ് സ്റ്റോപ്പൊക്കെ. അപ്പോൾ ഞാനിതുപോലെ സ്ക്രബ്ബറിലാക്കിയിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ബർണറിൻ്റെ ഭാഗത്തൊക്കെ നല്ലോണം അഴുക്കുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നല്ല അടിപൊളി റിസൾട്ടാട്ടോ. ഇത് എല്ലാവരും എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ബേക്കിംഗ് സോഡയും അതുപോലെ ടൂത്ത് പേസ്റ്റ് വരുന്ന കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ സ്റ്റീലിൻ്റെ എല്ലാ സംഭവങ്ങളും നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങും. ഇപ്പോൾ കണ്ടോ, നമ്മൾ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നോക്കി ഒന്ന് ലൈറ്റായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അഴുക്കൊക്കെ ഈസി ആയിട്ട് പോയി കിട്ടും. അതിനുശേഷം നമ്മളൊരു നനഞ്ഞ തുണി വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പുത്തൻ പോലെ ആയി കിട്ടും. അപ്പോൾ ഇതേ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളട്ടെ. നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഗ്യാസ് സ്റ്റോവ് മാത്രമല്ല നമ്മുടെ പൈപ്പും അതുപോലെ വാഷിംഗ് ബേസിനും എല്ലാ ഭാഗവും നമുക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് സ്റ്റീൽ പാത്രത്തിൻ്റെ ഈ അഴുക്ക് പിടിച്ച ഭാഗങ്ങൾ അതുപോലെ കുക്കറിൻ്റെ ഉള്ളിലൊക്കെ ഒരു കളർ ഒരു ഫെയ്ഡായിട്ടിരിക്കുന്നുണ്ടിട്ടില്ലേ, അപ്പോൾ അതൊക്കെ നമുക്ക് ഒറ്റ സ്ക്രബിൽ തന്നെ ഈസി ആയിട്ട് ആ അഴുക്കൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് പോയി കിട്ടും. അതുപോലെ നമ്മുടെ തുരുമ്പ് പിടിച്ച കത്തിയൊക്കെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെ ടൂത്ത് പേസ്റ്റ് ആക്കി കൊടുത്തിട്ട് ഒന്ന് സ്ക്രബ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ പഴയ കത്തിയൊക്കെ പുതുനായി കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഒരു ടിപ്പും കൂടി പറഞ്ഞ് നമുക്ക് വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാം. ഈ മഴക്കാലത്ത് തുണികൾ ഉണക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. വെയിൽ കൊണ്ട് ഉണങ്ങിയില്ലെങ്കിൽ തുണികളിലൊരു പൊട്ട മണം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ കബോർഡിൽ തുണികൾ മടക്കി വെക്കില്ലേ, ആ മടക്കി വെക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു കാര്യം ചെയ്തു വയ്ക്കാം. നമ്മൾ സാധാരണ നമ്മുടെ കഴിഞ്ഞു പോകുന്ന സ്പ്രേ കുപ്പി ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുക, നേരെ കൊണ്ട് വേസ്റ്റിലിടും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ആർട്ട് വർക്കൊക്കെ ചെയ്യണവരാണെങ്കിൽ നമ്മൾ പെയിൻറ്റ് അടിച്ച് എന്തെങ്കിലും അലങ്കാരപ്പണികൾ ചെയ്ത് വയ്ക്കും. ഞാനിവിടെ നോർമലി അങ്ങനെ എന്തെങ്കിലും പെയിൻറ്റ് പരിപാടിക്കാണ് എടുക്കാറ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ മഴക്കാലം തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു അടപ്പുണ്ടല്ലോ, അടപ്പ് മാറ്റിക്കഴിഞ്ഞിട്ട് ഈ സംഭവങ്ങൾ നമ്മുടെ തുണികളുടെ ഇടയിൽ കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തുണികൾ ഉണങ്ങാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണമുണ്ടല്ലോ, അത് നമുക്കൊരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. ഇതുപോലത്തെ ഉള്ള സ്പ്രേ കുപ്പികൾ, കഴിഞ്ഞ സ്പ്രേ കുപ്പികൾ, അതുപോലെ തന്നെ നമ്മുടെ സോപ്പിൻ്റെ കവറുകൾ അതൊക്കെ കൊണ്ട് നമ്മൾ ഈ തുണികളുടെ ഇടയിൽ ഒന്ന് കുത്തിത്തിരിക്കി വെക്കുക. അപ്പോൾ ആ ഒരു ബാഡായിട്ടുള്ള സ്മെല്ല് ഒഴിവായി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല അതുവരെ മഴക്കാലത്ത് ഈ ഒരു ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ. ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് നമ്മൾ ടൂത്ത് പേസ്റ്റും ബേക്കിംഗ് സോഡയും വെച്ചിട്ടുള്ള ടിപ്പായിരുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയണം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കമൻറ്റ് വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.